കേരളത്തിലെ പ്രമുഖ പത്രസ്ഥാപനങ്ങളെല്ലാം തന്നെ ക്രിസ്മസ് അവധിയിലായതുകൊണ്ട് ഇന്ന് വീടുകളിൽ പത്രമെത്തില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് പ്രധാന പത്രങ്ങളുടെ ഓൺലൈൻ പതിപ്പുകളിലെ തലക്കെട്ട് ഇന്ന് അറിയാം. മനോരമ ഓൺലൈനിൽ തിരുവനന്തപുരം മേയറായി വി രാജേഷ് അധികാരമേൽക്കുന്ന വാർത്തയ്ക്കാണ് പ്രാധാന്യം. ഇന്നലെ വരെ മുൻ DGP ആർ ശ്രീലേഖയ്ക്കായിരുന്നു മേയർ പദവി എന്നാണ് BJP ധരിപ്പിച്ചിരുന്നത്. എന്നാൽ RSSും കെ സുരേന്ദ്രനും വി മുരളീധരനുമൊക്കെ ശ്രീലേഖയ്ക്കെതിരെ രംഗത്തെത്തിയതിനെ തുടർന്ന് വി രാജേഷിന് നറുക്കു വീണു. ഇതേ വാർത്തയിൽ വി മുരളീധരന്റെ പ്രതികരണവും മനോരമ കൊടുത്തിട്ടുണ്ട്. വി രാജേഷിന് വേണ്ടി ഇടപെട്ടിട്ടില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ പ്രതികൾ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കൊള്ള ആസൂത്രണം ചെയ്തുവെന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ ഉദ്ധരിച്ച് മനോരമ പറയുന്നു. കണ്ണൂരിൽ ട്രെയിൻ നിർത്തിച്ച് റീൽസ് ചിത്രീകരിച്ച 2 +2 വിദ്യാർത്ഥികൾ അറസ്റ്റിലായ വാർത്തയ്ക്കും മനോരമ ഓൺലൈനിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നൈജീരിയയിലെ IS കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക നടത്തിയ ആക്രമണമാണ് മാതൃഭൂമിയുടെ തലക്കെട്ടുകളിൽ ശ്രദ്ധേയം. മേഖലയിലെ ക്രിസ്ത്യൻ ജനതയ്ക്ക് നേരെ ഭീകരർ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് അമേരിക്കയുടെ ഇടപെടൽ. നൈജീരിയയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിലെ ഭീകര കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ വ്യാജമാണെന്നറിഞ്ഞിട്ടും പ്രചരിപ്പിച്ച കോൺഗ്രസ് നേതാവിനെതിരെ പോലീസ് നടപടി തുടങ്ങിയ വാർത്തയും മാതൃഭൂമി പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. ഇനി BBC-യുടെ തലക്കെട്ടുകൾ നോക്കാം. BBC-യും അമേരിക്ക നൈജീരിയയിലെ തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ആക്രമണം തന്നെയാണ് പ്രധാന തലക്കെട്ടാക്കിയത്. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ലിയോ മാർപ്പാപ്പ ആവശ്യപ്പെട്ട വാർത്തയും BBC പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. ആദ്യ ക്രിസ്മസ് കുർബാന മധ്യേയാണ് ലിയോ മാർപ്പാപ്പ ഇക്കാര്യം പറഞ്ഞത്. ഇരു രാജ്യങ്ങളിലും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കിഴക്കൻ സക്സസിൽ ക്രിസ്മസ് ദിവസം കുടിവെള്ളം മുട്ടിയ വാർത്തയ്ക്കാണ് ദ ഗാർഡിയൻ ഇംഗ്ലണ്ട് പതിപ്പ് പ്രാധാന്യം നൽകുന്നത്. റിസർവോയറിലെ താഴ്ന്ന ജലനിരപ്പാണ് കുടിവെള്ള പ്രതിസന്ധിക്ക് കാരണമായതെന്ന അധികൃതരുടെ വിശദീകരണവും പത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലണ്ടൻ നിയുക്ത ബിഷപ്പ് കുടിയേറ്റക്കാരുടെ ആശങ്ക ക്രിസ്മസ് സന്ദേശത്തിൽ പങ്കുവച്ചതും ഗാർഡിയൻ പ്രധാന വാർത്തയാക്കി. കുടിയേറ്റ നയമാറ്റത്തെക്കുറിച്ചും നിലവിൽ ബ്രിട്ടനിൽ നടക്കുന്ന ഭിന്നിപ്പിക്കൽ നയത്തെക്കുറിച്ചും ബിഷപ്പ് സാറ മുല്ലള്ളി ക്രിസ്മസ് ദിന പ്രസംഗത്തിൽ മുന്നറിയിപ്പ് നൽകി. കുടിയേറ്റത്തെക്കുറിച്ചുള്ള ദേശീയ സംഭാഷണങ്ങൾ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. നൈരാശ്യം വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നിടത്താണ് സന്തോഷം ജനിക്കുന്നതെന്ന് അവർ കൂട്ടിച്ചേർത്തു. റഷ്യൻ പ്രതിപക്ഷ നേതാവിന് 6 വർഷം തടവ് ശിക്ഷ ലഭിച്ച വാർത്തയും ഗാർഡിയൻ നൽകിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള പുടിൻ വിമർശകനായ സെർജി ഉദാൽസോവ് തീവ്രവാദത്തെ ന്യായീകരിച്ചതിനാണ് ശിക്ഷിക്കപ്പെട്ടതെന്നും പത്രം പറയുന്നു.